ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി എ ടു ഇസഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് ബൈലാട്രൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാർട്ട് പാറ്റേൺസ് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് ചാർട്ടിൽ വരയ്ക്കാൻ സാധിക്കുന്നത് എന്ന് ഒരു PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒരു പ്രിൻ്റ് ഔട്ടും കൂടെ എടുത്ത് വയ്ക്കുക, എന്നാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് ചാർട്ട് അനലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ ഒരു PDFൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൃത്യമായിട്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം പ്രാക്ടിക്കലി കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. കാരണം വർക്കൗട്ട് ചെയ്ത് കൃത്യമായിട്ട് പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കുന്നതിലൂടെ മാത്രമേ ടെക്നിക്കൽ അനാലിസിസ് എന്ന ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനും അങ്ങനെ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിനകത്തൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ടും സാധിക്കത്തുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ്. അപ്പോൾ എന്താണ് ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ഈ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു ട്രെൻഡിൽ നിന്നും മറ്റൊരു ട്രെൻഡിലേക്ക് ട്രെൻഡ് ചേഞ്ച് ആകുന്ന ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺസ് ആണ് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡ് ആണ് എന്ന് കരുതുക. ഇനി പഠിക്കാൻ പോകുന്നത് പാറ്റേൺ ഫോം ആയി കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, റിവേഴ്സായി ഒരു ഡൗൺ ട്രെൻഡിലേക്ക് ട്രെൻഡ് ചേഞ്ച് ആയിക്കൊണ്ട് മറ്റൊരു ട്രെൻഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഡൗൺ ട്രെൻഡിൽ നിന്ന് തിരിച്ച് റിവേഴ്സായി ഒരു അപ് ട്രെൻഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡിൽ നിന്നും ട്രെൻഡ് ഷിഫ്റ്റായി മറ്റൊരു ട്രെൻഡിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺസിനെയാണ് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ ചാർട്ട് പാറ്റേൺസ് ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേണിൽ ആദ്യം വരുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ഹെഡ് ആൻഡ് ഷോൾഡർ. ഹെഡ് ആൻഡ് ഷോൾഡർ. അപ്പോൾ എന്താണ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ? നമുക്കത് കൃത്യമായിട്ട് വരച്ച് തന്നെ പഠിക്കാം. അപ്പോൾ ക്യാൻഡിൽസ് ഈ ഒരു ഷേപ്പിൽ ഫോം ആകുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു ടൈപ്പിൽ ഫോം ആയി കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ഹെഡ് ആൻഡ് ഷോൾഡർ. അപ്പോൾ ഇതിൽ എവിടെ നമുക്ക് ട്രേഡ് എടുക്കാമെന്നൊക്കെ നോക്കാം. അതിന് മുന്നേ ഈ സൈഡിൽ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡർ. ഈ കാണുന്നതാണ് ലെഫ്റ്റ് ഷോൾഡർ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് നമ്മുടെ റൈറ്റ് ഷോൾഡർ. അതേസമയം മിഡിലിൽ നമ്മളൊരു ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്നതാണ് ഹെഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് ഹെഡ് ആൻഡ് ഷോൾഡറിൽ? ഒരു ലെഫ്റ്റ് ഷോൾഡർ ഉണ്ട്, റൈറ്റ് ഷോൾഡർ ഉണ്ട്, അതുപോലെ തന്നെ ഹെഡും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു പാറ്റേണിൽ നമുക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ രണ്ട് പോയിൻറ്റ്സ്, ഈ കാണുന്ന ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇത്തരത്തിൽ മാർക്ക് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ലൈനിനെ വിളിക്കുന്നവർ ട്രെൻഡ് ലൈൻ എന്നല്ല, നെക്ക് ലൈൻ എന്നാണ്. അത് കൃത്യമായിട്ട് നോട്ടിൽ എഴുതി പോവുക, അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേര് നെക്ക് ലൈൻ എന്നാണ്. നെക്ക് ലൈൻ. ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് ഷോൾഡർ ഉണ്ട്, റൈറ്റ് ഷോൾഡർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹെഡും. ഈ രീതിയിലാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൽ എങ്ങനെ ട്രേഡ് എടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം. എപ്പോഴാണോ ഈ കാണുന്ന നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് ഇടിയുന്നത്, എപ്പോഴാണോ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് ഒരു ക്യാൻഡിൽ ഫോമായി ഒരു ക്ലോസ് കിട്ടുന്നോ, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ സെൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് സെൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിൻറ്റ്, തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിൻറ്റ് ഏതാണ്? ഈ കാണുന്ന റൈറ്റ് ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷനാണ് നമ്മൾ SL ആയിട്ട് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, SL ആയിട്ട് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഡൗൺ, നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് എപ്പോഴാണോ ഡൗൺ സൈഡിലേക്ക് പോയി ക്ലോസ് കിട്ടുന്നത്, ആ സമയത്ത് സെൽ എൻട്രി എടുക്കാം. തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിൻ്റ് ആയിട്ടുള്ള ഈ ഒരു റൈറ്റ് ഷോൾഡറിൻ്റെ മേളിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇതൊരു അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺ ആയിരുന്നു, അല്ലെങ്കിൽ അപ് ട്രെൻഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഹയർ ഹൈ ഹയർ ലോ മേക്ക് ചെയ്തുകൊണ്ട് അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടക്കുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആയി കഴിഞ്ഞാൽ ട്രെൻഡ് ചേഞ്ച് ആയി നേരെ എന്ത് ചെയ്യും, ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണ്. ഒരു ട്രെൻഡിൽ നിന്നും മറ്റൊരു ട്രെൻഡിലേക്ക് ചേഞ്ച് ആകുന്നത് ഇവിടെ നമുക്ക് കാണാനായിട്ട്
സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അപ്പ് ട്രെൻഡിൽ നിന്നും ട്രെൻഡ് ചേഞ്ചായി ഡൗൺ ട്രെൻഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിച്ചിരിക്കണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ ഓളിയം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഓളിയത്തിനേക്കാളും എബോ ആയിരിക്കണം ഈ ഒരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ നടക്കുന്ന സിറ്റുവേഷനിൽ ഓളിയം വരേണ്ടത്. സോ അത് കൃത്യമായിട്ട് ഓളിയം ബ്രേക്ക് ഔട്ടിലും ബ്രേക്ക് ഡൗണും അത് ഏത് ചാർട്ട് പാറ്റേൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും കൃത്യമായിട്ട് നമ്മൾ ഓളിയം ചെക്ക് ചെയ്തിരിക്കണം. ഇനി മറ്റൊരു ചാർട്ട് പാറ്റേണിനെ പറ്റി പഠിക്കാം. ഈ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണത് വരുന്നത്. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ. രണ്ടാമത്തതാണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആകുന്നത്? താഴേക്ക് വരുന്നു, വിലയിടിഞ്ഞ് താഴേക്ക് വരുന്നു. അതിനുശേഷം ദേ ഈ കാണുന്ന രീതിയിലൊരു ഷോൾഡർ ഫോം ആകും, ഹെഡ് ഫോം ആകും, അതിനുശേഷം റൈറ്റ് ഷോൾഡർ ഫോം ആകും. ഈ രീതിയിലായിരിക്കും നമുക്ക് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ കാണാനായിട്ട് സാധിക്കുന്നത്. ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതിനുശേഷം നമ്മുടെ നെക്ക് ലൈൻ എങ്ങനെ മാർക്ക് ചെയ്യാം? ഈ രണ്ട് പോയിൻറ്റും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു നെക്ക് ലൈൻ ഇത്തരത്തിൽ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട്? ലെഫ്റ്റ് ഷോൾഡർ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലെഫ്റ്റ് ഷോൾഡർ ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ റൈറ്റ് ഷോൾഡർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഹെഡും കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പാറ്റേൺ ഫോം ആയി കഴിഞ്ഞാൽ എവിടെ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് കഴിയും? ദേ എപ്പോഴാണോ ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോയി ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുന്നത്, കാരണം ബ്രേക്ക് ഔട്ടാണ്, സോ ഗ്രീൻ ക്യാൻഡിലായിരിക്കും. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു പോയിന്റിൽ ഒരു ബൈ എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ബൈ എൻട്രി എടുക്കുവാണെങ്കിൽ എവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും? തൊട്ടടുത്തുള്ള സ്വിംഗ് ലോ പോയിൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ SL അഥവാ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഹെഡ് ആൻഡ് ഷോൾഡറിലും ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡറിലും നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ ഒരു അപ്പ് ട്രെൻഡിൽ നിന്ന് ഡൗൺ ട്രെൻഡിലേക്കാണ് മൂവ് ചെയ്തത്. അതേസമയം ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എടുത്ത് നോക്കുവാണെങ്കിലോ ഇവിടെ നമുക്ക് കാണാം താഴേക്കാണ് വില ഇടിഞ്ഞു വരുന്നത്. അതിനുശേഷം ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആകുന്നു, വില അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേണിലെ അടുത്തൊരു ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺസിനെ പറ്റി ഒന്ന് പഠിക്കാം. അതിൽ ആദ്യം വരുന്ന ഡബിൾ ടോപ്പാണ്. ഡബിൾ ടോപ്പ്. ഡബിൾ ടോപ്പ്. അപ്പോൾ മൂന്നാമത്തെ ചാർട്ട് പാറ്റേൺ ആണ്, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ആദ്യത്തേത് ഹെഡ് ആൻഡ് ഷോൾഡർ ആയിരുന്നു, രണ്ടാമത്തത് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ആയിരുന്നു, മൂന്നാമത്തത് ഡബിൾ ടോപ്പാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് ഫോം ആകുന്നത്. ഇത്തരത്തിൽ എം ഷേപ്പിലായിരിക്കും നമുക്ക് ഡബിൾ ടോപ്പ് പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതും ഒരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണ്. ഇവിടെ നമുക്ക് നെക്ക് ലൈൻ വരയ്ക്കാൻ കഴിയും. നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന ടൂൾ എടുക്കുക. ഈ ഒരു പോയിന്റ് കണക്ട് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇത്തരത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഈ കാണുന്നത് നമ്മുടെ ഫസ്റ്റ് ടോപ്പാണ്. ഈ കാണുന്നത് ഫസ്റ്റ് ടോപ്പാണ്. രണ്ടാമത് കാണുന്നത് നമ്മുടെ സെക്കൻഡ് ടോപ്പാണ്. രണ്ടാമത് കാണുന്നത് നമ്മുടെ സെക്കൻഡ് ടോപ്പാണ്. മറ്റേത് ഫസ്റ്റ് ടോപ്പും രണ്ടാമത്തത് സെക്കൻഡ് ടോപ്പുമാണ്. അപ്പോൾ എപ്പോഴാണോ ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നത്, ഈ ഒരു പോയിന്റിൽ എപ്പോഴാണ് നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നത്, റെഡ് ക്യാൻഡിലായിരിക്കും ബ്രേക്ക് ഡൗൺ ആണ്. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ സെൽ എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം? തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ടോപ്പിന് മേളിൽ ഈ ഒരു പോർഷനിലാണ് നമുക്ക് നമ്മുടെ SL അഥവാ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ സെൽ എൻട്രി എടുക്കാം. തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ടോപ്പിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇതുവരെയും ഇതൊരു അപ്പ് ട്രെൻഡ് ആയിരുന്നു. ആ ട്രെൻഡ് ചേഞ്ച് ആയിക്കൊണ്ട് നേരെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തുന്ന ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺ ആണെന്ത്? ഡബിൾ ടോപ്പ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു ചാർട്ട് പാറ്റേൺ ഉണ്ട്, ഡബിൾ ബോട്ടം. അപ്പോൾ നമ്മുടെ ഡബിൾ ടോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡബിൾ ബോട്ടം. ഡബിൾ ബോട്ടം നാലാമത്തെ ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണ് ഡബിൾ ബോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു W ഷേപ്പിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു W ഷേപ്പിലായിരിക്കും നമ്മുടെ ഈ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ കാണാനായിട്ട് കഴിയുന്നത്. ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ കാണുന്ന പോർഷൻ കണക്ട് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇത്തരത്തിൽ നമുക്ക് നെക്ക് ലൈൻ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ കാണുന്നത് ഫസ്റ്റ് ബോട്ടം, അതുപോലെ തന്നെ ഈ കാണുന്നത് സെക്കൻഡ് ബോട്ടവുമാണ്. ഈ കാണുന്നത് സെക്കൻഡ് ബോട്ടവുമാണ്. ഇത് ആദ്യത്തെ ഫസ്റ്റ് ബോട്ടമാണ്. രണ്ടാമത് ഈ കാണുന്ന പോർഷൻ സെക്കൻഡ് ബോട്ടമാണ്.
അതിനുശേഷം എപ്പോഴാണോ ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോകുന്നത്, ഗ്രീൻ കളർ ക്യാൻഡിലായിരിക്കും, കാരണം ഇതൊരു ബ്രേക്ക് ഔട്ടാണ്. ആ സമയത്ത് ബ്രേക്ക് ഔട്ട് നടക്കുന്നു, ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ബൈ എൻട്രി പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ നമ്മൾ വെക്കണം, കൃത്യമായിട്ട് സ്വിംഗ് ലോ പോയിൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ബോട്ടത്തിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഡൗൺ ട്രെൻഡിൽ ഡബിൾ ബോട്ടം ഫോം ആയി കഴിഞ്ഞാൽ തിരിച്ചതൊരു അപ്പ് ട്രെൻഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനായിട്ടാണ് സാധ്യത. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഏതൊക്കെയാണ് ഈ ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് എന്നും എങ്ങനെയാണ് ഓരോ ട്രെൻഡ് റിവേഴ്സലിൽ ചാർട്ട് പാറ്റേണിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കുന്നത്, ബൈ എൻട്രി ആണോ സെൽ എൻട്രി ആണോ, അതുപോലെ തന്നെ എവിടെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണമെന്നായിരുന്നു ഈ ഒരു സെഷനിൽ ഇപ്പോൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺസിനെ പറ്റി നമുക്കിനി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനി വരുന്ന സെഷനിലായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബയലാട്രൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റി പഠിച്ചു. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചത് ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടാണ്. ഇനി വരുന്ന സെഷനിൽ പഠിക്കാൻ പോകുന്നത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അതാത് ദിവസങ്ങളിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരിക, ചാർട്ടൊക്കെ ഒന്ന് വരച്ച് നോക്കുക. കാരണം പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്ത് മാത്രമേ ഈ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നെ എനിക്കിവിടെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് തുടക്കത്തിൽ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും ഓരോ ചാർട്ടും, അയ്യോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് ആണോ ഡബിൾ ബോട്ടം ആണോ ഹെഡ് ആൻഡ് ഷോൾഡർ ആണോ, നിങ്ങൾക്ക് ഒരു ഐഡിയയും തന്നെ ആദ്യം ചാർട്ട് കാണുമ്പോൾ കിട്ടണമെന്നില്ല. നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും തുടങ്ങിയ സമയത്ത് ഇത് തന്നെയായിരുന്നു സിറ്റുവേഷൻ. പക്ഷേ നമ്മൾ ചാർട്ട് കണ്ട് പരിചയപ്പെട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് ഇതിൻ്റെ പിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. കൂടാതെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ, ഇനി അങ്ങനെയല്ല, നിങ്ങൾ ചാർട്ടൊക്കെ വരച്ചതിന് ശേഷം മിസ്റ്റേക്ക് ഉണ്ടോ എങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക, പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അതിനകത്ത് ഉണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് തരാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ട് എല്ലാവരും ജോയിൻ ആകുക. കൂടാതെ ആ ഒരു PDF ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും ആ ഒരു PDF കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. കുറച്ചും കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ നോട്ടിലും വരച്ച് എഴുതിയെടുക്കുക. കൂടാതെ ആ ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ക്യാൻഡിൽസിൽ വരയ്ക്കേണ്ടത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ കീപ്പ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.